SFIയുടെ വെല്ലുവിളിക്ക് മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ഗവർണർ. കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുമ്പോൾ ഗസ്റ്റ് ഹൌസിലല്ല ക്യാമ്പസിൽ താമസിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി. വാഹനം തടയാൻ SFI പ്രവർത്തകർ എത്തിയാൽ ഇനിയും പുറത്തിറങ്ങും. കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. SFI പ്രവർത്തകർ വാഹനം വളഞ്ഞാക്രമിക്കുകയായിരുന്നു. സുരക്ഷയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്നും അതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. താൻ എന്ത് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിക്കാനാകില്ല. മുഖ്യമന്ത്രിയുടെ കാറായിരുന്നെങ്കിൽ അതിനടുത്തേക്ക് പോകാൻ അവർ ആരെയെങ്കിലും അനുവദിക്കുമായിരുന്നോ എന്നും ഗവർണർ ചോദിച്ചു. തിരുവനന്തപുരത്ത് മാത്രമല്ല, നേരത്തെ കണ്ണൂരിലും SFI പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു. SFIയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. വരുന്നവർ ഗുണ്ടകളാണ്, അവരോട് സന്ധിയില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. അതേസമയം ഗവർണർ കീലേരി അച്ചുവായി മാറിയെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും പ്രതികരിച്ചു. ഗവർണറുടെ പ്രകോപനത്തിൽ SFI വീഴില്ല. പ്രതിഷേധം ജനാധിപത്യപരമായിരിക്കും. അക്കാദമിക കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയാണ് ഗവർണർ സർവകലാശാലയിൽ താമസിക്കുന്നതെന്നും ആർഷോ കൂട്ടിച്ചേർത്തു. ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു SFIയുടെ വെല്ലുവിളി. ഇത് ഏറ്റെടുത്താണ് ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരം, കാലിക്കറ്റ് സർവകലാശാലകളിലെ സെനറ്റിലേക്ക് BJP അനുകൂലികളെ തിരികെ കയറ്റിയെന്ന് ആരോപിച്ചായിരുന്നു തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ SFI പ്രതിഷേധിച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.